ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതേ കലൂർ സ്റ്റേഡിയത്തിൽ വനിതാ എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. നമ്മൾ ഉച്ച സമയത്താണ് കേട്ടോ പോയത്. അതാകുമ്പോൾ അധികം തിരക്കും ക്രൗഡും ഒക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയം നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ രണ്ട് ചന്ദനത്തിരി കിട്ടിയായിരുന്നു. അപ്പോൾ ടിക്കറ്റിന് 50 റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതേമാതിരി കുറേ സ്റ്റാൾസ് ഉണ്ട്. കുറേ സ്കൂട്ടി, കാറ്, ഫേർണിച്ചർ, അങ്ങനത്തെ കുറേ സ്റ്റാൾസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഏരിയ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം ആദ്യം കയറുമ്പോൾ തന്നെ ഫുള്ള് ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങളാണ് കേട്ടോ. ഈ മസാജിങ്ങിൻ്റെയും പിന്നെ കുറേ തൈലം, അത് ഇത് ചെറിയൊരു ക്ലോത്തിൻ്റെ സ്റ്റോളുണ്ടായിരുന്നു ഈ കയറുമ്പോൾ തന്നെ. പിന്നെ അതേ ഇങ്ങനത്തെ കുറേ മിഠായികൾ, സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഒരു ക്ലോത്ത് സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കോഡ് സെറ്റിൻ്റെയൊക്കെ സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എത്ര 800 അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നൈറ്റി, പിന്നെ സാൻഡിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കൻ കറിയുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു. നമ്മുടെ കോട്ടൺ ഫാബ്രിക് എക്സിബിഷൻ അല്ലേ, അങ്ങനത്തെ കുറച്ച് 2-3 സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കടയിൽ കുറച്ച് അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ റേറ്റ് 1500 ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് തന്നെ വൈറ്റ് കളർ ഡ്രസ്സിൻ്റെ ഒരു സ്റ്റോൾ. ഇത് അത്യാവശ്യം നല്ല സ്റ്റോളാണ് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. 1800 അങ്ങനത്തെ റേഞ്ചിലുള്ള ഡ്രസ്സുകളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ നട്ട്സ്, ബാഗ്സ്, പിന്നെ ഓർണമെൻറ്റ്സ്, കുറേ എണ്ണം 100 രൂപയുടെയും 200 രൂപയുടെയും അങ്ങനത്തെയൊക്കെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. കുറേ മാലകളും പിന്നെ എന്താ പറയുക, ഇയർ റിങ്സും അങ്ങനത്തെ കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടെ നടക്കുമ്പോൾ ഒരു കൂളർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിൽ പോയിട്ട് കുറച്ച് നേരം നിന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ അച്ചാറിൻ്റെ സ്റ്റോളും പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഈ കടയിൽ നിന്ന് നമ്മൾ 2 ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കഴിക്കുന്ന സാധനവും പിന്നെ വേറൊരു സാധനവും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിച്ചു നോക്കി. പിന്നെ അവിടെയുള്ള സകലമാന സാധനങ്ങളും ഞങ്ങൾ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പം ആ ചേട്ടൻ അത് എടുക്കുമായിരുന്നു. എന്തോ ടാപ്പിയൊക്കെയാണോ അതോ പൊട്ടാറ്റോ ആണോ എന്തോന്ന് മനസ്സിലായില്ല. കഴിച്ചു നോക്കിയത് എന്തായാലും കഴിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടു. അത് മേടിച്ചു. പിന്നെ ഏതോ ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റായിരുന്നു. അതും നമ്മൾ മേടിച്ചു കേട്ടോ. അപ്പം അത് നമ്മൾ കുഞ്ഞിത് കുറച്ച് 1/4 കിലോ അങ്ങനെ എന്തോ ഐറ്റം മേടിച്ചുള്ളൂ കേട്ടോ. കുറേ മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും വേസ്റ്റ് ആവുമെന്ന് ഉറപ്പാണ്. അപ്പം അത് കുറച്ച് മേടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ കുറച്ച് ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല നമ്മുടെ ഈ മീഷോയിലൊക്കെ കിട്ടുന്ന കുറേ ചെയിനും ഓർണമെൻറ്റ്സിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് 100 രൂപയ്ക്കൊക്കെ സെയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാണാൻ രസമുള്ള കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. മീഷോയിലാകുമ്പോൾ നമുക്ക് ഓൺലൈൻ പർച്ചേസ് നടക്കുള്ളൂ, ഇത് ഡയറക്റ്റ് പർച്ചേസ് നടക്കും. പിന്നെ അതേപോലത്തെ കുറേ ബാഗ് വീണ്ടും സ്റ്റോൾ. ഈ വൈറ്റ് ഡ്രസ്സ് കണ്ടോ, അതിന് റേറ്റ് എത്രയാണ്, 6000 അങ്ങനെ എന്തായിരുന്നു കേട്ടോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ വൈറ്റ് ഡ്രസ്സ് കണ്ടിട്ട് പോയി നോക്കിയതോ. അങ്ങനെ പിന്നെ കുറേ അച്ചാർ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു, അവിടെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും സാൻഡൽസ്, ലൈക്ക് സാൻഡൽസ്, ജൂത്തീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതൊക്കെ പില്ലോ കവേഴ്സ്, ബെഡ്ഷീറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോയിട്ട് ഇങ്ങനത്തെ ഈ സാധനങ്ങൾ കണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റോളിലൊന്നും ആളുണ്ടായിരുന്നില്ല കേട്ടോ. സോ അതിനൊന്നും മേടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവലൂസ് പൊടി, ചക്കയുടെ അവലൂസ് പൊടി അങ്ങനെ എന്താണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ഫുഡ് സ്റ്റോളായിരുന്നു കേട്ടോ. അവിടെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. ഉച്ച സമയമാണ് കേട്ടോ, ഒരു 2-3 മണിയാകുമ്പോഴായിട്ട് പോയത്. പിന്നെ പായസം ഉണ്ടായിരുന്നു. പിന്നെന്താ കുറേ ചിക്കൻ ഫ്രൈ, കറി, മീൻ പത്തലും അങ്ങനെ. പിന്നെ ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പം മേടിച്ചില്ല. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മേടിച്ച് കഴിച്ചതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ലൈക്ക് ഓൾറെഡി ഫുൾ ചൂടായിരുന്നു, അതിൻ്റെ കൂടെ ഈ ഫുഡും ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പുകഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം അത്യാവശ്യം മേടിച്ചു കൊടുത്തിട്ട് ഒരു ടേബിളിൽ പിടിച്ചു അവിടെ പോയി ഇരുന്ന് കഴിച്ചു. അതൊക്കെയാണ് നമ്മൾ മേടിച്ച ഫുഡ്.
അപ്പോൾ അതേ പിന്നെ അവസാനം ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു ഗ്ലാസ് പാലട പായസം മേടിച്ച് കുടിച്ചായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോടെ നല്ല വയസ്സായിരുന്നു, അധികം മധുരവും ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ ദേ പാനിപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളവും മേടിച്ച് കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ദേ ഇവിടെ ഇത് കണ്ടത്. കുറേ പൂക്കളും ചെടികളും ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും മേടിച്ചൊന്നുമില്ല, കുറച്ച് നേരം നോക്കി ഇങ്ങനെ നിന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സിബിഷനായിരുന്നു. അതിനുശേഷം കലൂർ സ്റ്റേഡിയത്തിന് ചുറ്റും ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു. ജസ്റ്റ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഉച്ചയായത് കാരണം ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര ചൂടാണ് ഇപ്പോൾ, വീണ്ടും ചൂട് തുടങ്ങിയതിന് ശേഷം ഭയങ്കര ചൂടും ഒരുമാതിരി ഫീലിംഗ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു കരിക്ക് മേടിച്ച് കുടിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പോന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. കുറേ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.